ഹലോ, നമുക്കിതാ ഈ കൂണില്ലേ, ഈ വീട്ടിൽ തന്നെ നമ്മൾ ആക്കുന്ന കൂണില്ലേ, നമ്മൾ പറമ്പിലത്തെ അല്ലാണ്ട് അങ്ങനത്തെ കൂണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഏട്ടൻ തന്നെ അവരാരോ ആക്കുന്നുണ്ട് എന്നിട്ട് അങ്ങനെ അവർ വിൽക്കാൻ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിനെന്നാ ചിപ്പിക്കൂണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടത് ചിപ്പിക്കൂണ് എന്നങ്ങാട്ടിനാണ് പറഞ്ഞത്. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. ഞാനിതുവരെ ഇങ്ങനത്തെ കൂണ് ഉപയോഗിച്ചിട്ടില്ല, കറി വെച്ചിട്ടില്ല. എന്താ പറയുക, ഈ പറമ്പിൽ നിന്ന് കിട്ടുന്ന, നമുക്ക് ഈ പറമ്പിൽ നിന്ന് കിട്ടുമല്ലോ, അങ്ങനെ കിട്ടുന്ന കൂണേ ഞാൻ ഇതുവരെ വെച്ചിട്ടില്ലൂ. ഇതുവരെ ഞാൻ വെച്ചിട്ടില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അവരോട് നല്ല ടേസ്റ്റാണ്, നല്ല എന്താ പറയുക, ചിക്കൻ വെച്ച പോലെ വെക്കാനുള്ള നല്ല രസമാണ്. അങ്ങനെ വറവാക്കാനും എല്ലാം നല്ല രസമാണെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും എന്നാൽ നല്ല എന്താ പറയുക, നമ്മൾ ചിക്കൻ കറി വെക്കും പോലെ വെക്കുക, അധികം വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം മുറിച്ചിട്ടിട്ട് അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന അത്ര വിഷാംശമൊന്നും ഇല്ലയെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് പെരക്കി വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ ഒന്നും കൂടെ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ പെരക്കി വെച്ചേ. എന്നിട്ട് ഇതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ വഴറ്റിയിട്ട് നമുക്ക് ചിക്കൻ വെക്കും പോലെ വെക്കാം. ചിക്കൻ എങ്ങനെ വെക്കല്ലോ അതുപോലെ തന്നെ വെക്കാം കേട്ടോ. എങ്ങനെയുണ്ട് രുചി എന്നറിയാലോ. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ തണ്ടിനെല്ലാം വേവുണ്ട് എന്ന് തോന്നുന്നു കണ്ടാൽ. നമ്മൾ മറ്റേതിനും പുറത്തുനിന്ന് കിട്ടുന്നതിനും ലേശം വേവുണ്ട്. അങ്ങനെ ഇതാ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ വാട്ടി പിന്നെ നമ്മൾ എന്താ പറയുക, ചിക്കൻ ഉപയോഗിക്കുമ്പോൾ പറങ്കിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം മസാലപ്പൊടി എല്ലാം ചേർത്തിട്ട് തന്നെയാണ് ആക്കുന്നത് കേട്ടോ. അങ്ങനെ മസാലകളെല്ലാം ഇട്ടു. ഇതാ നന്നായി യോജിപ്പിച്ചിട്ടാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കൂണും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കാം കേട്ടോ. ഇത് എന്താ പറയുക, ഈ കൂണ് ഉപയോഗിച്ചവരുണ്ടെങ്കിൽ പറയണേ എങ്ങനെയാണെന്ന്. ഞാൻ ഇതുപോലെ തന്നെയാണോ ആക്കലെന്ന്. അപ്പോൾ ഞാൻ പെരക്കി വെച്ച കൂണും കൂടി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടാകുമ്പം നമുക്ക് വേകാൻ വെക്കാം. അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ എല്ലാം ഇളക്കി യോജിപ്പിച്ച് വേകാൻ വെക്കുമ്പോഴത്തേക്ക് ലേശം അതിന് അതിൻ്റെ തണ്ടിന് വേവുണ്ട്. അതിൻ്റെ മോൾ ഭാഗം അല്ലാണ്ട് അതിൻ്റെ അടിഭാഗം ഒരു കറിയാകും പോലെയുണ്ട്. എന്നിട്ട് ഞാൻ ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല വേവിക്കാൻ വെക്കുമോ ഇതിന്. അങ്ങനെ ഇതാ കണ്ടില്ലേ, അങ്ങനെ ഇത് ലേശം വറ്റി വന്നിട്ടാകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മല്ലിയിലയെല്ലാം ഇട്ട് കൊടുത്തിട്ട് വാങ്ങി വെക്കാം. അങ്ങനെ അടച്ചു കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. അങ്ങനെ ഇതാ ഞാൻ മല്ലിയിലയെല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ അടിപൊളി കൂൺ കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, എങ്ങനെയാണ് ഇത് വെക്കൽ. എന്നാലും വറവാക്കിയാലും നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞ്. ഞാൻ ഇതുപോലെ ആക്കി നോക്കിനി. രസം ഉണ്ടെങ്കിൽ പിന്നെയും വാങ്ങാമല്ലോ, ടേസ്റ്റ് ഉണ്ടെങ്കിൽ. അങ്ങനെ ഇതാ നമ്മളെ അടിപൊളി കൂൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിപ്പിക്കൂണാന്ന് പോലെ, ചിപ്പിക്കൂണ്. അങ്ങനെ അപ്പോഴത്തേക്ക് ഇതെല്ലാം ആക്കുമ്പോഴത്തേക്ക് കറണ്ട് ഇല്ല കേട്ടോ. കുറേ സമയമായിട്ട് കറണ്ട് പോയിട്ടുണ്ട്. അതിന് എങ്ങനെയോ എന്താ പറയുക, ചടവട നോക്കിയിട്ട് വേഗം ആയതാണ് കറണ്ട്. നമുക്കൊരു ഇതുമില്ലാണ്ട് അങ്ങ് പോയതാണ് കറണ്ട്. അപ്പോഴത്തേക്ക് പിള്ളേർ ചോറ് താന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മണവും ഇതെല്ലാം വരുമ്പോൾ പിള്ളേർ പറഞ്ഞ് ചോറ് താന്ന്. അങ്ങനെ അവർക്ക് ചോറ് കൊടുക്കുമെന്ന്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.